പാർലമെന്റ് ആക്രമണത്തിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും കൂട്ട നടപടി. ഈ സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തത് 92 പ്രതിപക്ഷ എംപിമാരെയാണ്. ഇന്ന് മാത്രം ഇരുസഭകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് 78 പ്രതിപക്ഷ എംപിമാരെ. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, ഈ പാർലമെന്റ് ആക്രമണത്തിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ആളുകൾക്കെതിരെയുള്ള നടപടി തുടരുകയാണല്ലോ. പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷത്തെ വെട്ടിനിർത്തുകയാണെന്നാണ്. എങ്ങനെയാണ്? 3 ക്രിമിനൽ നിയമങ്ങൾ ഉൾപ്പെടെ അടുത്ത ദിവസങ്ങൾ സഭയിൽ വരാനുണ്ട്. അതിൽ പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്ത് ഭരണപക്ഷം അവർക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ലോക്സഭയിലെ എംപിമാർ അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം കണ്ട അല്ലെങ്കിൽ പാർലമെന്റ് കണ്ട വലിയ നടപടിക്ക് അല്ലെങ്കിൽ ഒരു കൂട്ട നടപടിക്കാണ് ഇന്ന് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 78 പ്രതിപക്ഷ എംപിമാരെ ഇന്ന് മാത്രം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ കണക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നും 46 പ്രതിപക്ഷ എംപിമാരെ വീതം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് 92 പേർ സസ്പെൻഷനിലായി ഇപ്പോൾ പുറത്താണ്. അതിൽ ചിലരുടെ കാര്യത്തിൽ നടപടികൾ ഇനിയും നീളുകയും ചെയ്യും. ഈ സമ്മേളന കാലത്തേക്ക് മാത്രമല്ല, അവരുടെ കാര്യത്തിൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ സഭയിലേക്ക് കൊണ്ടുവരികയുള്ളൂ. കേരളത്തിൽ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മലയാളികളായ KC വേണുഗോപാൽ, ബിനോയ് വിശ്വം, ജോൺ ബ്രിട്ടാസ്, A റഹീം, ജബി മേത്തർ ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയിൽ നിന്ന്, ലോക്സഭയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളെയും ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജ്യസഭയിലെ എംപിമാർ അല്പസമയത്തിനകം ഇവിടെ വിജയ് ചോക്കിൽ പ്രതിഷേധവുമായി എത്തി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പാർലമെന്റ് ആക്രമണ കേസ്, പാർലമെന്റിലെ വലിയ സുരക്ഷാ വീഴ്ച, ആ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയും ഒപ്പം ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഇന്ന് രാവിലെ മുതൽ ഉന്നയിച്ചത്. പലതവണ സഭ തടസ്സപ്പെട്ടു, വീണ്ടും സഭ ചേർന്നു. അപ്പോഴൊക്കെയും പ്രതിഷേധിച്ചതാണ് ഈ നടപടിക്ക് കാരണമെന്ന് ഇരു സഭാധ്യക്ഷന്മാരും വിശദീകരിക്കുന്നു.